എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ നമ്മളെല്ലാം ഒത്തുചേർന്നിരിക്കുന്ന ഒരു ഉദ്ദേശമാണ് ഡ്രൈവർ ഹിയർ. കാരണം നമ്മുടെ നാട്ടിൽ ഒത്തിരി ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അവര് ഇങ്ങനെ കഷ്ടപ്പെട്ട് രാത്രിയില്ല പകലില്ലാതെ വേല ചെയ്യുന്ന ജോലിയാണ് ഡ്രൈവർ പണി. അതായത് പഞ്ചായത്തിലേക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ജോലിയാണ് ഡ്രൈവർ. പക്ഷേ അവർക്ക് അതിനുള്ളൊരു വാല്യൂ നമ്മൾ കൊടുക്കുന്നില്ല. അത് എന്താ കാരണം അറിയത്തില്ല. നമ്മുടെ കുഴപ്പമാണോ ഡ്രൈവറുടെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. 2 ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ 2 മരണത്തിൽ രക്ഷപ്പെട്ടവരാണ്. എന്റേതല്ലാത്ത കാരണം ഡ്രൈവറുടെ നെഗ്ലിജൻസി. അപ്പോൾ പണ്ടുപോലെ എനിക്ക് ആഗ്രഹം ഡ്രൈവർമാർക്ക് മോട്ടിവേഷൻ എങ്ങനെ കൊടുക്കാൻ സാധിക്കാം. അപ്പോൾ ഉരുത്തിരിഞ്ഞതാണ് ആദ്യം നമ്മൾ ഈ സ്റ്റേജിലിരിക്കുന്ന 7 പേര് പണ്ടത്തെ 50 വർഷം വണ്ടി ഓടിച്ച വ്യക്തിയാണ്. അപ്പൊ അവരെ ഒന്ന് ആദരിക്കുക. അപ്പൊ ഇനിയുള്ള തലമുറ ഇവരെ ആദരിക്കുന്ന കാണുമ്പോൾ അവർക്ക് ഒരു അംഗീകാരം കിട്ടുമെന്ന് തോന്നുന്നു. അതുപോലെ 3 ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് ഇവിടെ. അതെ, ഡ്രൈവറെ ഒരുക്കുന്നവര്. അപ്പൊ ഇത് കാണുമ്പോൾ അവർക്ക് ഞാനൊരു നല്ല ഡ്രൈവറെ കെട്ടിപ്പടുത്ത് ഈ ലോകത്തിലോട്ട് വിടണം. കാരണം ഡ്രൈവറുടെ ഒരു നെഗ്ലിജൻസി കൊണ്ട് അപ്പനില്ലാത്ത മക്കളില്ലാത്ത മാതാപിതാക്കള്, അങ്ങനെ ഒത്തിരി പേർക്ക് ഇപ്പോ ബെഡിൽ കിടക്കുന്ന കുറെ പേരുണ്ട്. ഇതെല്ലാം നെഗ്ലിജൻസി ഓഫ് ഡ്രൈവിംഗ്. അതായത് 100%-ല് 20% വണ്ടിയുടെ കുറ്റം കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. ബാക്കി 80% നമ്മുടെ വണ്ടി ഓടിക്കുന്ന വ്യക്തികളെ. അപ്പൊ ഉദ്ദേശിക്കുമ്പോൾ വ്യക്തികൾ വിചാരിക്കുന്നത് എന്താണ്? ഈ ടാക്സി, ഓട്ടോറിക്ഷ, ഈ ലോറി ഓടിക്കുന്നവരാണ്. അല്ല, ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു വാഹനം എടുത്തതും കൊണ്ട് റോഡിൽ ഇറങ്ങുമ്പോൾ അവരെല്ലാം ഡ്രൈവറാണ്. ആ സീറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവരാണ് എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, മറ്റുള്ള പ്രൊഫഷൻസാണ്. അപ്പോൾ ദൈവം നമ്മളെ മനുഷ്യരെ സൃഷ്ടിച്ചു, ആണും പെട്ടു. അവർക്ക് പല പേരുകൾ നൽകി, പല സ്വഭാവങ്ങൾ നൽകി. പക്ഷേ ഈ സ്വഭാവക്കാരെല്ലാം ഇറങ്ങുന്നത് ഒരു റോഡിലോട്ടാണ്. അപ്പൊ ആ ഒരു റോഡിന് കുറച്ച് നിയമങ്ങളൊക്കെ വേണം. ആ നിയമങ്ങൾ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ടാവില്ല. ശാന്തമായി ഒരു ഡ്രൈവറുടെ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്നവരെയും ഇവിടെ ഇതിന് പങ്കെടുക്കാൻ വന്നവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം ഈ മൈക്ക് ആംഗിൾസ് കൈമാറി ഇനി അവരാണ് ഈ സ്റ്റേജിലെ നയിക്കുന്നത്. ഓക്കെ. So good evening everyone. So today we are gathered here to recognize and honor a remarkable achievement. 50 years of holding a driving license. To our esteemed guests, we salute your dedication, perseverance and passion for driving. Your commitment to road safety and responsible driving is truly inspiring. Over the next, we will have the privilege of hearing from your honors. Please join me in welcoming our guests and let's make this a memorable evening for everyone. ചടങ്ങുകൾക്ക് മുൻപായി നമുക്ക് ഒരു നിമിഷം സർവേഷനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സൂര്യൻ എത്തിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു ദിവസത്തെ യാത്രകളും ആരംഭിക്കുകയാണ്. ഒരു ദിവസത്തെ യാത്ര ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് അതിന് ഡ്രൈവേഴ്സും അത്യന്താപേക്ഷിതമാണ്. സോ അത്തരത്തിൽ ഒരു നീണ്ട കാലയളവിലെ ഒരു 50 വർഷക്കാലത്തെ അർദ്ധശതകം
അർദ്ധ നൂറ്റാണ്ട് പിന്നിട്ട ഡ്രൈവർമാരും മാത്രമല്ല ഭാവി ഡ്രൈവർമാരെ വാർത്തെടുക്കുന്ന ഒരു 3 ഇൻസ്ട്രക്ടർമാരുമാണ് ഇന്ന് നമുക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നത്. അവരെ സ്വാഗതം ചെയ്യുന്നതിന് മറ്റുമായി ശ്രീ സണ്ണി സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അധികം വീട്ടിൽ പോകുന്നില്ല. അപ്പോൾ ഇന്ന് ഈ പരിപാടിയുടെ നമ്മൾ കൂടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കാര്യം നേരത്തെ പറഞ്ഞിരുന്നതാണ്. അപകടമില്ലാത്ത ഒരു കേരളം, ഒരു ഇന്ത്യ നമുക്ക് കെട്ടിപ്പടുക്കണം. അതിന് ഡ്രൈവർമാരും നമ്മൾ വഴിയെ പോകുന്നത് എല്ലാവരും പാകിസ്ഥാനാണ്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന നിലയിലാണ് ഞാൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ അതിൽ നിന്നൊരു പ്രേരണ, കാര്യം എനിക്ക് എന്തെങ്കിലും ഒരു സംഭാവന നമുക്ക് ചെയ്യാൻ കഴിയുമോ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നെങ്കിലും നമ്മളൊരു എല്ലാവരും കാര്യങ്ങളും കൂടികൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ദീർഘിക്കുന്നില്ല, ബാക്കിയുള്ള കാഴ്ചകളിൽ നമുക്ക് പോകാം. അടുത്തതായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നെന്മണി സാറിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹം SI പോലീസാണ്. തൃശ്ശൂരിലെ പോലീസ് അക്കാഡമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവേഴ്സാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ കുറിച്ച് ഒരു സ്പീച്ച് പറയാൻ വേണ്ടി ഞാൻ സാറിനെ എത്രയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സോ പ്ലീസ് കം ടു ദ സ്റ്റേജ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഈ ഒരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുന്നു എന്ന് അറിഞ്ഞ സമയത്ത്, ഇദ്ദേഹം എന്നോട് പറഞ്ഞ സമയത്ത് വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത്. കാരണം ഇളനാട് ഗ്രാമപ്രദേശത്ത് റോഡില്ലാത്തൊരു സമയത്ത് വണ്ടി ഓടിച്ച ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ. റോഡില്ല എന്ന് ആ സമയത്ത് വളരെ കരുതലോടും സുരക്ഷയോടും കൂടി നമ്മുടെ സഹോദരന്മാരെ അല്ലെങ്കിൽ അപ്പനപ്പന്മാരെ ഹോസ്പിറ്റലിലും മറ്റും കൊണ്ടുപോയത് ഈ ഇരിക്കുന്ന നമ്മുടെ ആളുകളാണ്. അപ്പോൾ അവരെ ആദരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ അഭിമാനം വേറെ ഇല്ല. അവരുടെ ഒരു ദിവസം ശമ്പളം പോലും ചിലപ്പോൾ ആശുപത്രിയിൽ കൊടുത്തിട്ടുണ്ടാവും. ആ കൊണ്ടുപോകുന്ന ആളുകളുടെ കയ്യിൽ പണം ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന മണിക്കൊക്കെ അറിയാം, പല പ്രാവശ്യം മണിക്കൊക്കെ പൈസ കൊടുത്തിട്ടില്ലേ? ഞാനും കൊടുത്തിട്ടുണ്ട്. ഞാനും ഇതുപോലെ വണ്ടി ഓടിച്ചതാണ് ഇവിടെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് നന്മയാണ്. ആ നന്മ ചെയ്ത ആളുകൾ അത് സുരക്ഷയും കരുതലുമാണ് ഇവരുടെ കൈമുതൽ, അല്ലാണ്ട് ലാഭമല്ല. അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമാണ്. ഞാൻ അതിനാണ് ഇന്നിവിടെ പങ്കെടുത്തത്. അതുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിലും ഈ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. അടുത്തതായി ഒരു ഗാനത്തിന് വേണ്ടി ശ്രീ കുര്യാക്കോസ് ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയും ഇവിടെയും ഈശ്വരൻ, വിജനമായ ഭൂവിലും ഈശ്വരൻ, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയും ഇവിടെയും ഈശ്വരൻ,
ഈശ്വരൻ എവിടെയാണീശ്വരന്റെ കാൽപ്പാടുകൾ മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല എവിടെയാണീശ്വരന്റെ സുന്ദരാനനം വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടെയും ഇവിടെയും ഈശ്വരൻ വിജനമായ ഭൂമിയിലും ഈശ്വരൻ കണ്ടില്ല കണ്ടില്ലെന്നോറിയാതെ കാനേച്ചോര കുറുങ്ങിയോടി കാണില്ല കാണില്ലെന്നോറിയോടി കിളികൾ പറന്നു പറന്നു പോയി ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടെയും ഇവിടെയും ഈശ്വരൻ വിജനമായ ഭൂമിയിലും ഈശ്വരൻ അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു ഹൃദയത്തിലേക്കു ഞാൻ കടന്നു അവിടെയാണ് ഈശ്വരന്റെ വാസം സ്നേഹമാണ് ഈശ്വരന്റെ രൂപം ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടെയും ഇവിടെയും ഈശ്വരൻ വിജനമായ ഭൂമിയിലും ഈശ്വരൻ ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വേദി ഒരുക്കിത്തന്ന സണ്ണി സാറിന് 1000 നന്ദി. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മിസ്റ്റർ വേണുഗോപാലിനെയും ഉപഹാരം നൽകുന്നതിന് വേണ്ടി ശ്രീ അക്ഷമയെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മിസ്റ്റർ മക്കാർ എന്ന് ഞാൻ വിളിക്കുന്നത് അതിന് കൊടുക്കുന്നതിന് വേണ്ടി ശ്രീമതി ശ്രീദേവി ആന്റണി വിളിക്കുന്നു. അടുത്തതായി മിസ്റ്റർ മാധവൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിന് വേണ്ടി ശ്രീ മറിയാമ്മ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.
ക്ഷമിക്കണം, ഏലിയാമ്മ. തിരിച്ച് 50 വർഷമായ ആളുകളാണ്. ഈ 50 വർഷമായ ആളുകളെ എന്നെക്കാളും നന്നായിട്ട് ഇപ്പോഴും കണ്ടുപിടിക്കുന്നത്. അവിടെ അവിടെ കൈയോടുള്ളൂ. അടുത്തതായി മിസ്റ്റർ കുര്യൻ കൊമ്പനായരാണ് വിളിക്കുന്നത്. ആദരവ് നൽകുന്നതിന് വേണ്ടി വേഷപ്പൻ അംഗങ്ങളെ വിളിക്കുന്നു. അടുത്തതായി മിസ്റ്റർ കൊച്ചി അംഗങ്ങളെ വിളിക്കുന്നു. ആദരവ് നൽകുന്നതിന് വേണ്ടി മത്തായി അംഗങ്ങളെ ക്ഷണിക്കുന്നു. അടുത്തതായി മിസ്റ്റർ രാംകുമാർ അംഗങ്ങളെ വിളിക്കുന്നു. ആദരവ് നൽകുന്നതിന് വേണ്ടി സി വി വിൽസനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ ചന്ദ്രൻ അങ്കിളിനെ വിളിക്കുന്നു. ചന്ദ്രൻ അങ്കിൾ സ്റ്റേജിലേക്ക് കടന്നു വരുന്നതാണ്. അടുത്ത ജ്യോതി ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടറായിട്ടുള്ള മിസ്റ്റർ പ്രദീപ് കുമാർ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി മിസ്റ്റർ മണി അങ്കിളിനെ വിളിക്കുന്നു. അടുത്ത മിസ്റ്റർ അലി അങ്കിളിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി മിസ്റ്റർ ഏലിയാസ് അങ്കിളിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത ഒരു അടിപൊളി പാട്ട് പാടാൻ വേണ്ടിയിട്ട് നമുക്ക് മോഹനങ്കിളിനെ വിളിക്കാം. മോഹനങ്കിൾ സ്റ്റേജിലേക്ക് വരുന്നതാണ്. ആദ്യമായി ആദരവ് ഏറ്റുവാങ്ങിയിട്ടുള്ള എല്ലാ നമ്മുടെ നല്ല എറണാകുളത്തിലെ ഏറ്റവും മനോഹരമായി ഒരുപാട് കാലം വണ്ടി ഓടിച്ചിട്ടുള്ള ഇവർ നമ്മുടെ സുപരിചിതരാണ്. അവർക്ക് ആദരവ് മഞ്ഞർക്ക് എൻ്റെ വക വളരെ നിറഞ്ഞ ആശംസ നൽകണം. അല്ലിയിളം ഇല്ലിമുളം അല്ലിയിളം ഇല്ലിമുളം
നമസ്കാരം. ഏതായാലും നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തില് ആദ്യമായിട്ടാണ് ഈ റെയിൽവേസിലേക്ക് ഒത്തൊരുമിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ആതിഥ്യ സംഘം നടത്തുന്നത്. ഇതിന് ആരോടാണ് സംഘം അറിയില്ല. കാരണം സംഘം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമത്തിലേക്കുള്ള ഏതാണ്ട് കിലോമീറ്റർ അകലെയുള്ള അദ്ദേഹം ഒരു അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ഈ ആതിഥേയനായിട്ട് കാണാൻ തയ്യാറാണ്. കാരണം ഈ ഗ്രാമത്തിൽ ഏത് കാര്യത്തിൽ നല്ല കാര്യത്തിൽ നന്മയുള്ള കാര്യത്തിൽ നന്മയോട് പ്രവർത്തിക്കുന്നവരെ കണ്ടുപിടിച്ച് അവരെ ആദരിക്കുന്ന നന്മ സഹകരിക്കുന്നതിന് ഈ ഗ്രാമത്തിന്റെ പേരിൽ നാട്ടുകാരുടെ പേരിൽ ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഞാൻ അനുഭവിക്കാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഞാൻ വീണ്ടുമില്ല ഈ ഡ്രൈവിംഗ് കുറിച്ച് പറയാനില്ല. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, സൈക്കിൾ പഠിച്ചല്ലോ ഏതാണ്ട് യൂസ് പഠിക്കാണ് ഞങ്ങൾ സൈക്കിൾ ഓടാൻ പഠിച്ചത്. അന്നേരം പറഞ്ഞു തെമ്മാടിയാണ് സൈക്കിൾ കൊടുക്കുക, സൈക്കിൾ എടുക്കാൻ പാടിക്കാൻ പറഞ്ഞു. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞ് സൈക്കിൾ എടുക്കാൻ വിചാരിച്ചു പറഞ്ഞു. അന്ന് അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് സൈക്കിൾ പിടിച്ചെടുക്കില്ല. ഇന്ന് ജനിക്കുമ്പോൾ തന്നെ മക്കൾക്ക് സൈക്കിൾ നോക്കാൻ അങ്ങനെ നമ്മളെ. അപ്പോൾ ഞാൻ ചുരുക്കി പറയണം, ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണെങ്കിൽ ഒരു ആനച്ചോറ് കുറച്ചോറ് എന്ന് പറയും പോലെ നമ്മളൊക്കെ ഞാൻ ഡ്രൈവിംഗ് ഓടിക്കുന്ന ടാക്സി ഓടിക്കുന്ന ആൾക്കാരെ തന്നെ. അപ്പൊ ഇത് അനേകം ആൾക്കാരെ കൊണ്ട് നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ അതിന് വേണ്ടതായ പദ്ധതിയും അതുപോലെ നിയമപരമായ കാര്യങ്ങളിലൊക്കെയുള്ള വേണ്ടതായ കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം. ഇലക്ട്രിസിറ്റി ബില്ല് ഇത്രയും അല്ലേ നീളം കൂടിയ പോലെ തന്നെ. അതേപോലെ നമ്മൾ വണ്ടികൾക്ക് ഓരോ കൊല്ലം അടയ്ക്കുന്ന തുക എത്ര ഞാൻ പ്രൈവറ്റ് ഓഫീസിൽ കൊണ്ട് അടിച്ചപ്പോൾ അതും കൂടി ഏതാണ്ട് 3000 രൂപ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും ഈ ഉപഭോക്താവ് അറിയുന്നില്ല. അപ്പൊ ഈ ഉപഭോക്താവിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള സർക്കാരിന്റെ കാര്യങ്ങൾ ഉണ്ടാകട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായും ഇങ്ങനെ സംരംഭം ഒരുക്കിയില്ല ഞാൻ എനിക്ക് പറയില്ല. ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. നേരത്തെ ആമുഖമായി പറഞ്ഞ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. ബഹുമാനപ്പെട്ട ജനങ്ങളെ, നിങ്ങളോട് നന്ദി പറയുകയാണ്. എന്ന് വെച്ചാൽ പൊതുവെ മൈക്കിൽ സംസാരത്തിൽ പരിഹരിക്കില്ല. എന്നിരുന്നാൽ ഞങ്ങൾ ഇവിടെ ആദ്യം ഡ്രൈവർമാരെന്നുള്ളതെങ്കിൽ പഴയ ഡ്രൈവർമാരെന്നുള്ളതെങ്കിൽ ആദരിച്ച വിജയത്തിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഒരു 50 വർഷം പഴക്കം കഴിഞ്ഞിട്ട് എന്നിൽ പഴക്കമുള്ള ആൾക്കാർ ഇവിടെ വഴി ഓടിച്ച് സഞ്ചരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് എത്രയും ഒരു സൗകര്യങ്ങളെ നമുക്ക് നാട്ടിൽ സന്തോഷിക്കും. നന്ദി, നമസ്കാരം. ഇനി ഒരു 3 ഇൻസ്റ്റിറ്റ്യൂട്ടുമാരുണ്ട്. കാരണം ഇവരാണ്
ഇനിയുള്ള ഭാവി തലമുറയെ നന്നായി പടുത്തുയർത്തേണ്ടത്. അപ്പോ മിസ്റ്റർ എല്ലാവർക്കും വലിയ നമസ്കാരം. ഈ പരിപാടി ഇവിടെ അവതരിപ്പിച്ച സണ്ണി സാറിന് ഒരുപാട് അഭിനന്ദനം അറിയിക്കുന്നു. അരനൂറ്റാണ്ടിലധികം ഇവിടെ ഡ്രൈവറായി മറ്റും അനുഭവിച്ചവരാണ് ഈ വീട്ടിലിരിക്കുന്നവരുടെ. ആ സാഹചര്യത്തിൽ തന്നെ ഒരു ബഹുമാനം തോന്നുകയാണ് എനിക്ക് ഇവരോട്. ഒരു ഡോക്ടറിന് ഒരു സെക്കൻഡ് വേണമെങ്കിൽ ഒരു ജീവനെ കളയാൻ സാധിക്കുള്ളൂ. എന്നാൽ ഒരു ഡ്രൈവറിന് 100 or 1000 പേരുടെ ജീവൻ കളയാൻ ശേഷിയുള്ള ഒരു പദവിയാണ് ഡ്രൈവർ എന്നൊരു പദവി. ആ ഒരു അക്ഷരത്തെ കണ്ടെന്ന് വിളിക്കാം ഇവരെ ഡ്രൈവർ എന്നും. ഓക്കെ, ഈ പരിപാടിയിൽ കൂടെ അവതരിപ്പിച്ച സാറിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് ഒരു തകർപ്പൻ ഡാൻസ് ആയിട്ട് നമ്മുടെ അഭിഷ ആൻഡ് ദിഷ രണ്ടുപേരും തയ്യാറാക്കിയിട്ടുണ്ട്. സോ അവർ രണ്ടുപേരും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എന്റെ ഡ്രൈവിംഗ് ജീവിതം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് അറിയാം. ഞാനിപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ ആളായിട്ട് അറിയപ്പെടുകയും എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടി വന്ന ആളാണ് ചേർക്കുന്നത്. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ പിക്കപ്പ് വാനിൽ വെട്ടിയിരിക്കുന്നതാണ് ചെയ്തു പഠിച്ചത്. 36 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ 10 വർഷം ബസ് ഓടിച്ചു, കുറെ കാലം ലോറി ഓടിച്ചു, 16 കൊല്ലത്തെ SC ലോറി ഓടിക്കുന്ന പ്രസിഡന്റാണ് ആദ്യം. അങ്ങനെ ജീവിതം ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ കാശി
അതൊരു മനോഹരമായ ഡാൻസ് ആയിരുന്നു. ഹലോ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾക്കുള്ള ഒരു ഫലമാണ്. കാരണം ഈ ഒരു കച്ചു വ്യക്തിയെ ബഹുമാനിക്കുകയാണ്, അവരെ ആദരിക്കുകയാണ്. പ്രത്യേകിച്ച് 50 വർഷത്തോളമൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ പറഞ്ഞതുപോലെ അവര് കഠിനമായി പരിശ്രമിച്ച് തൊഴിലില്ലാത്ത സ്ഥലങ്ങളിൽ ഓരോണ്ടാക്കി അവസരം കൊടുക്കുന്നത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതൊക്കെ വരുന്ന തലമുറയ്ക്ക് അതൊരു മുതൽക്കൂട്ടാണ്. ഇവരുടെ ഓരോ വാക്കുകൾ ഞാനിങ്ങനെ പ്രതീക്ഷ നോക്കുകയാണെങ്കിൽ 50 വർഷം ഡ്രൈവിങ്ങിനെ എക്സ്പീരിയൻസ് കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം അത് ഷെയർ ചെയ്യും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒത്തിരി അപകടം പിടിച്ചൊരു ഒരു സമയം അല്ലെങ്കിൽ ഒരു ഏരിയയാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഒരാളുടെ ജീവൻ മാത്രമല്ല, വാഹനത്തിലുള്ളവരുടെ ജീവനെയും സംരക്ഷിക്കുന്ന ഒരു ചുമതല ഒരു ഡ്രൈവറിന്റെ കയ്യിലുണ്ട്. അപ്പോ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യും എന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഇങ്ങനൊരു ആദ്യമായി ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാനായിട്ട് നമ്മുടെ സന്നിധാനത്തെ മനസ്സിലാക്കാൻ ഒരു പ്രയത്നമുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ആരും തിരിഞ്ഞു നോക്കാതെ ഇടപെടൽ അത്രയും വർഷങ്ങൾ കഠിനമായി പരിശ്രമിച്ച അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച ഒരു ഭാഗ്യമാണ്. ഈ ജീവിതമൊക്കെ ഇതിനെക്കുറിച്ച് ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, സൂയിസൈഡ് ചെയ്യുന്ന, ആത്മഹത്യ ചെയ്യുന്ന. പക്ഷെ ജീവിതത്തിലെ എത്ര കാഠിന്യമേറിയ വൈദ്യുതികളും അതിജീവിച്ച് ഇന്നും സമയത്തിൽ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ അതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പൊ അതൊക്കെ എപ്പോഴും ഒരു പ്രചോദനമാണ്. അത് കണ്ടുപഠിക്കാനും നമുക്ക് അവരിൽ നിന്ന് ഒത്തിരി പാടില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു രീതിയാണ് പഴയ ജീവിത സാഹചര്യങ്ങളെടുക്കാൻ അവര് കടന്നുപോയതായ പാതാവുകൾ, അത് ഒത്തിരി പ്രതിസന്ധിയിൽ നിന്നതായ പാതാവുകൾ. പക്ഷെ അങ്ങനെ അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ നിന്ന പാതാവിലൂടെ യാത്ര ചെയ്ത ആൾക്കാരുടെ അനുഭവങ്ങളെ കേൾക്കാൻ ഞാൻ കുറെ സമയങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഏതായാലും ഇങ്ങനൊരു അവസരം ഒരുക്കിയത് നമ്മുടെ സന്നിധാനത്തെ മനസ്സിലാക്കിയ ഒരു ചിന്തയാണ്. സന്നിധാനം ഏറ്റവും ആദ്യം അതിനുള്ള ഈ പ്രോഗ്രാം ഇങ്ങനെ ഏറ്റവും മനോഹരമായി സംഘടിപ്പിച്ചതിന് നന്ദി. അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ ഇന്നലെ വൈകിട്ടും സന്നിധാനം അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഒത്തിരി പേരെ വിളിച്ചു, കുറെ പേര് പോയിട്ട് മാറി. ഞാനും പോയിട്ട് മാറാൻ പരിശ്രമം നടത്തിയ ആളാണ്. പക്ഷെ എങ്കിലും അതിനെ ബഹുമാനിക്കുന്ന ഒരു കണ്ടപ്പോ എനിക്ക് പോയിട്ട് മാറാൻ പറ്റിയില്ല. കാരണം മാസം അല്ലെങ്കിൽ ഞാൻ പോയിട്ട് മാറാനായിട്ട് പരിശ്രമിച്ചതാണ്. പക്ഷെ ഒത്തിരി പേരെ വിളിച്ചെങ്കിലും കുറെ പേര് ഒഴിഞ്ഞു മാറി. എങ്കിൽ വന്ന ബഹുമാനിക്കാനായിട്ട് അല്ലെങ്കിൽ ആദരിക്കാനായിട്ട് കണ്ടു വന്ന സാധാരണ അല്ലെങ്കിൽ നല്ല പദവിയുള്ള ആൾക്കാർ അവരെല്ലാം ഒരുപാട് നന്ദി പറയുന്നു. കാരണം അവരുടെ വിലപ്പെട്ട സമയമാണ്. എങ്കിൽ മറ്റൊരു വ്യക്തിയെ ഈ ഒരു സാഹചര്യത്തിൽ വന്ന് അനുഭവിക്കാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് നല്ല വാക്ക് പറയാൻ മറ്റൊരു പ്രചോദനമാകുവാൻ ഒരു സന്തോഷപ്പെട്ട ഒരു മാതൃകാപരമായിട്ടുള്ള കാര്യം കാണിക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി അവർ എടുത്ത സമയം അത് വിലപ്പെട്ട സമയം തന്നെയാണ്. പേര് പറഞ്ഞ് പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് അവരെ ഒരുപാട് നന്ദി പറയുന്നു.
പരിശ്രമിച്ച് നേടിയെടുത്തതാണ് ഇന്നത്തെ ഡ്രൈവിംഗ് സ്കൂൾ എന്നുള്ളത്. ഇത് ആയിരക്കണക്കിന് ആൾക്കാരെ കഴിവുറ്റ ആൾക്കാരെ ഡ്രൈവിംഗ് കഴിവിലേക്ക് സമ്മാനിക്കുന്നു. അത് നല്ലൊരു കാര്യമാണ്. എങ്ങനെയാണ് നന്ദി കഴിയുകയില്ല, അവരേക്ക് ഒഴിവാക്കി നന്ദി പറയുകയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ അതുപോലെ നിങ്ങൾക്കും നിങ്ങളൊരു കരിയർ ഒരുക്കിയതുകൊണ്ട് മറ്റുള്ളവർക്ക് പറയാൻ പറ്റും. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ഉത്തരവാദിത്വം തന്നൊരു കാര്യമാണ്. വളരെ സ്വന്തം നിറഞ്ഞ വ്യക്തികളെ അവരുടേതായ സ്വന്തത്തിലേക്ക് കൊണ്ടുവരുന്ന വഴിത്താരയിലാണ് നിങ്ങൾ ഒരു നായകന്റെ റോൾ എടുക്കുന്നത്. അത് സുദീർഘമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഭാഗമായിട്ട് അതുപോലെ അഡ്മിഷൻ ഇതൊക്കെ ചെയ്യും. അവർക്ക് ബാക്കി എന്ന് പറയുന്നു. അതുപോലെ സൗണ്ട് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുക അവരെ ഒഴിവാക്കി എന്ന് പറയുന്നു. അതുപോലെ വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്ത സിസ്റ്റർ അവർക്ക് ഒഴിവാക്കി എന്ന് പറയുന്നു. വളരെ മനോഹരമായി തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യമായെങ്കിലും വളരെ മനോഹരമായി തന്നെ കാര്യങ്ങളൊക്കെ അപ്പോ എല്ലാവരും ഇത് ലൈവായിട്ട് രണ്ട് മാധ്യമങ്ങളിലൂടെ ഒന്ന് സ്റ്റഡി ടോക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ലൈവ് കൊണ്ടിരിക്കുന്നു. അവർ ലൈവ് വിഷൻ ന്യൂസിനകത്തോടും കാണാൻ പറ്റി പ്രതീക്ഷിക്കുന്നു. സമയം കാണാൻ പറ്റി പ്രതീക്ഷിക്കുന്നു. ഇത് അതേപോലെ പ്രചോദനമാണ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം ചെയ്യുവാനായിട്ട് ഇതൊരു നിമിത്തമാകട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുകയാണ്. ക്യുപ്പി എന്നുള്ള പേരിന് കുപ്പി പറക്കി ഫേമസ് ആയ കഥ നിങ്ങൾ അറിയുന്നതാണ്. കുപ്പി വഴി കാണുന്ന കുപ്പികളൊക്കെ പറഞ്ഞിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് മനോഹരമാക്കി അതിനെ ചിത്രീകരിച്ച് അതൊരു ബ്രാൻഡായിട്ട് മാറി. ക്യുപ്പി എന്നുള്ള പേര് ബ്രാൻഡായിട്ട് മാറി. സോഷ്യൽ മീഡിയ സൈറ്റിൽ മാത്രമല്ല, ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ അതുപോലെ മറ്റൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പ്രചോദനമാണ് ഈ ഒരു ലേഖനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വിവാദമായിരിക്കുന്ന സത്യസാറിന് പ്രത്യേകമായിട്ട് ഒരേ കൂടെ നന്ദി പറയുന്നു. കാരണം എല്ലാ നിങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് അതെ